നമസ്കാരം. പോളിംഗ് ദിനത്തിലും പാലക്കാട് ജനത ഒന്നടങ്കം തങ്ങളുടെ ജനപ്രതിനിധി ആരാകണമെന്നുള്ളത് ഒരേ സ്വരത്തിൽ പറയുന്നു. ആര് ജയിക്കണം ആഗ്രഹിക്കുന്നത്? പി. സരിൻ വിജയിക്കും. സരിൻ ജയിക്കും. സരിനാണ് ജയിക്കേണ്ടത്. പാലക്കാടിന്റെ ആവശ്യം സരിനാട്ടനാണ്. ഡോക്ടർ സരിൻ. സരിൻ. ഡോക്ടർ സരിൻ. സരിൻ. സരിൻ ഡോക്ടർ വന്നാണ് ആഗ്രഹം. ഡോക്ടർ സരിൻ ജയിക്കണം. ഡോക്ടർ സരിൻ. ഡോക്ടർ പി. സരിൻ. ഡോക്ടർ സരിൻ വരണം. സരിൻ ജയിക്കണം. സരിൻ. സരിൻ ബ്രോ. സരിൻ ജയിക്കണം. ഡോക്ടർ സരിൻ ജയിക്കണം. ഡോക്ടർ സരിൻ. ഡോക്ടർ സരിൻ. 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 സരിനാട്ടൻ. ഡോക്ടർ സരിൻ. 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 ഡോക്ടർ സരിൻ. സരിൻ. ഡോക്ടർ സരിൻ വരണം. ഡോക്ടർ தான் வரணும். ഇത് വെറുതെ സംഭവിച്ചാണോ? അല്ലെന്നേ. അപ്രധാന കാൻഡിഡേറ്റ് എന്നായിരുന്നു മാധ്യമങ്ങളുടെ പ്രചരണം. അതിനപ്പുറത്തേക്ക് സരിൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ട്, കഴിവുകൊണ്ട്, ജനങ്ങളോട് ഇടപഴകാനുള്ള അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി കൊണ്ട് കടന്നു കയറി വന്നതാണ്. BJP UDF തമ്മിലുള്ള പോരാട്ടം എന്ന നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന മണ്ഡലം ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ജനങ്ങൾ ഒരേ സ്വരത്തിൽ സരിൻ 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 എന്ന് സംസാരിച്ചു തുടങ്ങിയെങ്കിൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഒരു വ്യക്തിയെ ജനം നെഞ്ചിലേറ്റി എന്നുള്ള കാര്യം. പോളിംഗ് ദിനത്തിലും നിങ്ങൾക്ക് തെറ്റു പറ്റാതെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കൂ. കാര്യം തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഒരു വ്യാജനയല്ല. തിരഞ്ഞെടുക്കപ്പെടേണ്ടത് നാടിന് തണലാകുന്ന വ്യക്തിയെ തന്നെയാണ്. എന്തുകൊണ്ടും അത് വിദ്യാഭ്യാസമായിക്കോട്ടെ, കാഴ്ചപ്പാടുകളായിക്കോട്ടെ, സ്വപ്ന തുല്യമായിട്ടുള്ള പ്രൊഫഷണൽ ആയിക്കോട്ടെ, എന്ത് കാര്യത്തിൽ എടുത്ത് പരിഗണിച്ചാലും സരിൻ നമ്പർ 1 തന്നെയാണ്. അതുകൊണ്ട് ഒരു തരത്തിലും നിങ്ങളുടെ സമ്മതിദാന അവകാശ വിനിയോഗത്തിൽ വീഴ്ച സംഭവിക്കരുത്. ഇക്കുറി സരിൻ തന്നെയാകണം പാലക്കാട് ജനപ്രതിനിധി ആകേണ്ടത്, ജനങ്ങളെ നയിക്കേണ്ടത്, ആ നാടിനെ വികസനത്തിന്റെ പുതുവെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകേണ്ടത്.